ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മളൊരു നല്ല സിമ്പിൾ ബോഹോ പെയിൻറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഒരു പെർട്ടിക്കുലർ കളർ കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത്രയും കാലം പല കളേഴ്സ് യൂസ് ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ബ്ലൂവിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡും ബ്ലൂവിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡും ആണ് യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ആദ്യം വളരെ ലൈറ്റായിട്ടുള്ള ഈ ഒരു ബ്ലൂ, ഫോർ ഇൻസ്റ്റൻസ് കൺസിഡർ ഇറ്റ് ആസ് സ്കൈ ബ്ലൂ. അപ്പോൾ ആ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു എൻഡിൽ കണ്ടാവും വെരി വെരി ലൈറ്റ് ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് ചെയ്യാം. ഇവിടെ ഞാൻ ബ്ലൂ നേനത്തി ഒന്ന് ഷെയ്പ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിൽ കൊടുക്കാനായിട്ട് ഞാൻ ബ്ലൂ കളർ ജെൽ പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ 1 2 3 ഇങ്ങനെ 3 ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ഡാർക്കൻ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായി കാണും. വേണ്ട, ഇതാണ് 1. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മളെപ്പോഴും ഇതിങ്ങനെ ഒരു ഡ്രോപ്ലെറ്റ് പോലത്തെ. ഇനി ഇതിലേക്ക് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പെറ്റലാണ് കൊടുക്കണം. ഒരു 8 പോലെ ഉണ്ടാവും. ഒരേ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു പെറ്റലായി. ഇനി ഇപ്പുറത്തും ഇതേപോലെ നമ്മൾ കൊടുത്തു. ഞാൻ വരച്ചതൊന്നുകൂടെ ഡാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ മുകളിലേക്കാണ് ഇതിൻ്റെ ഇത് കൊടുക്കണം. നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു ബ്ലൂ കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ ഒരു ടൈപ്പ് ഓഫ് ലീവ്സും വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഇവിടെ അതിൻ്റെ തൊട്ട് ഒരു 1 ഫിംഗർ ഒന്നും വേണ്ട, അതിന് കുറച്ച് താഴെ നമ്മളിത് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വരച്ചിട്ട് ഈ വലിയ പെറ്റൽസ് വരയ്ക്കണം കേട്ടോ. ഇവിടെ നിന്ന് കൊണ്ടുപോവുക. സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണ്. അപ്പം ഇത് ഇങ്ങനെ വന്നു. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നതാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇത് ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വരച്ചിട്ടില്ലേ, ഇതിനെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരുപാട് വലുതല്ലെങ്കിലും ചെറിയ രീതിയിൽ വരയ്ക്കും. സെയിം തന്നെ ഒരു 3-4 പെറ്റൽ വരച്ചാൽ മതിയാവും ടോട്ടൽ ഓഫ്. എന്നിട്ട് അതിനെ നമ്മൾ ഫില്ല് ചെയ്യും. ഇതിനുള്ളിലും കൂടെ ഈ 4 മാത്രം നമ്മൾ ഫില്ലിങ്സ് കൊടുക്കും.
ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഇത്രയും ഭാഗം. ഇനി ഇപ്പുറത്തെ സെഗ്മെൻറ്റിലാണ്. ഇപ്പുറത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. അതിനുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ചെയ്ത പോലെ നിങ്ങൾക്ക് ഇതിനെ തന്നെ ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ ചെയ്യാം. ഞാൻ ഒരു പർട്ടിക്കുലർ ഒരേ കളറിൻ്റെ 2 ഷെയ്ഡ് വരുന്നത് നോക്കി, ബ്ലൂ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണല്ലോ, അതുകൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുക എന്നുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ അഗൈൻ ജെൽ പെൻ എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ പ്രിൻ്റാണ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഇനി നെക്സ്റ്റിൽ വരുന്നത് കുറച്ചുകൂടെ രസമാണ്. ഐ ഷോ യു ദാറ്റ്. ഇങ്ങനത്തെ ത്രൂ ഔട്ട് ഇതുവരെ വരുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഡാർക്കൻ ചെയ്യുന്നില്ല, ലൈറ്റ് ഷെയ്ഡായിട്ട് തന്നെ വിടുകയാണ്. ജസ്റ്റ് ഒരു ഡയറക്ഷൻസ് മാത്രം ഞാനൊന്ന് സെറ്റ് ചെയ്യും. ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കണ്ടോളൂ. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വരച്ചില്ലേ പെറ്റൽസ് ആൻഡ് ലീവ്സ്, അതേപോലെ ഞാൻ ഒരു ലീവ്സ് വരയ്ക്കുക. 1 2 3 4 5 6 7 ഇത്രയുണ്ട്. ഇനി ഞാൻ ഈ പെറ്റൽസിൻ്റെ ഉള്ളിൽ എനിക്ക് ഫില്ല് ചെയ്യാൻ കണ്ടോ. നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യല്ല, ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന് ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാട്ടോ. അതായത് ഇവിടെ നിന്ന് ഇതേ ഷേപ്പിൽ ഒരു പെന്ന് വരണം. ഒരു പെന്നിൻ്റെ ലീഫ് വരണം. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ കൂടെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു ലെയർ ഇതേ ഷേപ്പിൽ നമുക്കിതിൻ്റെ ഒരു സൈഡ് മാത്രമേ ശരിക്കും കാണാൻ പറ്റുള്ളൂ, പക്ഷെ അത് കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ ഓവർലൈനായിട്ട് വരണം. എന്നാൽ എവിടേക്കോ നോക്കിക്കഴിഞ്ഞാൽ അടിയിലൊരു ലെയർ ഇങ്ങനെ ഡബിളായിട്ട് കാണണം. കണ്ടോ, ഇവിടെ ഒരു ഫില്ലായത്, ഇവിടെ ഫില്ലല്ലാത്തത്, അങ്ങനെ കാണും. ഇതാണ് ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഒരു